ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ലൈഫ് ഓഫ് ഷിജിനയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വന്നതിന് ശേഷം, അതായത് നമ്മൾ സെറ്റ് ആയതിനു ശേഷം ആദ്യമായിട്ട് ഇവിടെ പോകണമെന്ന് വിചാരിച്ചൊരു പ്ലേസ് ഒന്ന് കിങ്ഫിഷർ ടവർ ആൻഡ് ബണ്ണാർഘട്ട നാഷണൽ പാർക്കാണ് കേട്ടോ. അപ്പോൾ ടവറിൽ പോകാൻ പറ്റിയിട്ടില്ല നമുക്ക്, അത് വേറെ ദിവസത്തേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ഇന്ന് പോകുന്നത് ബണ്ണാർഘട്ട നാഷണൽ പാർക്കാണ് കേട്ടോ. എന്താ പറയുക, അപ്പോൾ നിങ്ങളിവിടെ വന്ന മസ്റ്റായിട്ടും ഫസ്റ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ സഫാരിക്കാനെ ടിക്കറ്റ് എടുക്കുക. നമ്മൾ വൈറ്റ് ഫീൽഡാണ്. അപ്പോൾ ബണ്ണാർഘട്ട നാഷണൽ പാർക്കിൽ നമുക്ക് ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞ് എന്തായാലും അറ്റ്ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തു. നമ്മൾക്കൊരു അബദ്ധം പറ്റി, നമ്മൾ സൂവിൻ്റെ ടിക്കറ്റ് എടുത്തു. പക്ഷേ നിങ്ങൾ ഒരിക്കലും സൂവിൻ്റെ ടിക്കറ്റ് എടുക്കാതെ സഫാരി ടിക്കറ്റ് എടുക്കുക കേട്ടോ. സൂവിൽ നോർമലി നമ്മുടെ മൈസൂർ അനിമൽ പാർക്കിൽ അതുപോലെയൊക്കെ തന്നെയാണ്, കുറച്ച് വിട്ടുനിന്ന് കാണാം. പക്ഷേ കുറച്ചും കൂടെ കുറവാണ് അനിമൽസ് അവിടെ. പക്ഷേ നിങ്ങൾ ഈ സഫാരി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മുതലാവും കേട്ടോ. കാരണം നമുക്ക് അനിമൽസിനെ കാണാം. അവർ നമ്മളെ ആരും പേടിച്ച് വരാതിരിക്കുന്നു വേണം, നമ്മൾ ആക്രമിക്കും എന്ന് വിചാരിക്കേണ്ട. അത്രയും സേഫ് ആയിട്ടുള്ള വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇട്ടിട്ട് അവർ എന്താ പറയുക, അവിടെ ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട്. നമ്മുടെ ഡ്രൈവറാണെങ്കിൽ അവർ പ്രോപ്പർ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. അപ്പോൾ കേട്ടോ, ഒന്നും പറയാനില്ല. ഗ്ലാസ് ഡോറൊക്കെ ഉണ്ട്. അപ്പോൾ എ സി വണ്ടി ഉണ്ടായിരുന്നു, നോർമൽ വണ്ടി ഉണ്ടായിരുന്നു. നമ്മൾ എ സി വണ്ടി എടുത്തില്ല, കാരണം നമുക്ക് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നേക്കാളും ഈ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ കാണുമ്പോൾ അത് കമ്പിയാണെങ്കിൽ പോലും കുറച്ച് വലിയ കമ്പിയാണ്. അതിൻ്റെ ഉള്ളിലൂടെ കാണുമ്പോൾ ഒരു വ്യൂ എന്ന് പറയുന്നത് വേറെ തന്നെയാണല്ലേ. അപ്പോൾ ആ ഒരു ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എ സി വേണ്ടാന്ന് വെച്ചത്. ഞങ്ങൾ 2 ആൾക്കാരാണ്. നമുക്ക് 800 രൂപ വന്നു, ഒരാൾക്ക് 400 രൂപയാണ് സീറ്റിന്. അപ്പോൾ ഈ വെള്ളക്കടുവേനെ ഇട്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഭയങ്കര ക്യൂട്ടായിരുന്നു അത് കാണാൻ. അതിങ്ങനെ ഞങ്ങളെ നോക്കിയിരിക്കുമായിരുന്നു. നമ്മളെ തന്നെ നോക്കി ഇങ്ങനെ ഓരോ സൗണ്ട് ഉണ്ടാക്കുക. പക്ഷേ അവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ എന്തൊരു പോലെ ഉണ്ട് നമുക്ക്, നമ്മളിതുവരെ കേൾക്കാത്തൊരു ശബ്ദമാണ്. ഞാനിതുവരെ അങ്ങനെ മൈസൂർ പാർക്കൊക്കെ പോയപ്പോൾ വിട്ട് നിന്നിട്ട് അനിമലിൻ്റെ സൗണ്ട് കേട്ടു എന്നല്ലാതെ അടുത്ത് നിന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വല്ലാണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരുപാട് ആൾക്കാർ തായ്ലൻഡ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു കടുവേൻ്റെ അടുത്തൊക്കെ പിടിച്ച് നിൽക്കണ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അവിടെ അടുത്ത് പോയി നിൽക്കണമെന്ന്. പക്ഷെ ഇവിടെ നമുക്ക് അടുത്തൊന്നും പോയി നിൽക്കാനുള്ള അനുവാദമില്ല. നമുക്ക് വിട്ട് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ, ഇറങ്ങാൻ പറ്റത്തില്ല. എന്തായാലും നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുക, 400 രൂപ കൊടുത്തതിന് മുതലായി എന്ന് തന്നെ പറയാം, കാണാൻ അത്രയ്ക്കുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ചോദിക്കുക. ദെൻ അഗൈൻ നല്ലൊരു പ്ലേസാണ്. അപ്പോൾ എന്താ പറയുക, വേറെ വേൾഡിൽ പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാർക്കാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ബാംഗ്ലൂർ വരികയാണെങ്കിൽ ബണ്ണാർഘട്ട നാഷണൽ പാർക്കിൽ പോവുക. സഫാരി എന്തായാലും സഫാരി ടിക്കറ്റ് എടുത്തിട്ട് സഫാരി റൂട്ട് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ പോയിട്ടുണ്ടാകും. നമ്മൾ ഒരുപാട് അനിമൽസിനെ കണ്ടിട്ടുണ്ട് അടുത്ത് നിന്നിട്ട്. ഭയങ്കര വേറൊരു തരം എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.